ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഞാൻ ഓതിവെച്ച സൂറ ആൽ ഇംറാനിലെ 92-ാമത്തെ ആയത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ 1400 കൊല്ലക്കാലത്തെ മുസ്ലിം സംസ്കാരത്തിൻ്റെ, മുസ്ലിം ജീവിതത്തിൻ്റെ, ഇസ്ലാമിക നാഗരികതയുടെ ദിശ നിർണയിച്ച, അതിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരായത്താണ്. അതിനർത്ഥം, ഈ ആയത്തിൻ്റെ അർത്ഥം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു. നിങ്ങൾക്ക് ഏറെ പ്രിയതരമായത്, ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്ത് ചിലവഴിക്കുകയാണെങ്കിലും അതറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു അതറിയുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ വഖഫിന് ആധാരമായി തീർന്നത് ഈ ആയത്താണ്. ഈ ആയത്ത് കേട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയങ്കരനായ സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മദീനയിലെ എൻ്റെ ഈന്തപ്പനത്തോട്ടം 600 ഈന്തപ്പനകൾ അതിലുണ്ട്. അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സംഭാവന ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് നിനക്ക് മദീനയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിനക്ക് സംഭാവന ചെയ്യാം. സന്തോഷം തോന്നിയ അദ്ദേഹം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത്, വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഈ തോട്ടത്തിലെ തണലിൽ ഇരിക്കുകയാണ്. വിവരം പറഞ്ഞു സഹാബി. കേട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ അത് എൻ്റെ പേരിലാണോ അല്ല നമ്മുടെ പേരിലാണോ നിങ്ങളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സംഭാവന ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സഹാബി പറഞ്ഞു, നമ്മുടെ 2 പേരുടെയും പേരിലാണ് എന്ന്. ഇത് കേട്ട ആ മഹദി പറഞ്ഞു, ഞാനും ആലോചിക്കുകയായിരുന്നു, എന്താണ് പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക? ഏറ്റവും മഹത്തരമായ കർമ്മമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ വഖഫായി ഗണിക്കപ്പെടുന്നത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവമാണ്. അദ്ദേഹം അന്ന് ചെയ്ത ഈ സംഭാവന വഴി വഖഫ് അനുസ്മരിക്കപ്പെടുന്ന മുഴുവൻ ഇസ്ലാമിക സദസ്സുകളിലും അദ്ദേഹത്തിൻ്റെ പേര് പറയപ്പെടുന്നു എന്നുള്ള വലിയൊരു മഹത്വം കൂടി അദ്ദേഹം ആർജിച്ചെടുക്കുകയാണ്. ഉസ്താദ് ഷെയ്ഖ് യാസിർ ഖാളി, അദ്ദേഹം യെയിൽ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യാൻ ചെന്ന ദിവസം അദ്ദേഹത്തിനുണ്ടായ ഒരു ക്യാമ്പസ് ടൂർ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്യാമ്പസ് മുഴുവൻ പുതിയ വിദ്യാർത്ഥികളെ കൊണ്ട് കാണിച്ച ശേഷം അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട ലോകത്തിലെ പ്രമുഖമായ ഈ യൂണിവേഴ്സിറ്റിക്ക് യെയിൽ എന്ന് പേര് വന്നത് എന്ന്. ഉത്തരവും ചോദ്യം ചോദിച്ച ആൾ തന്നെ പറഞ്ഞു, 1723 എലിഹി യെയിൽ എന്ന് പറയുന്ന ആൾ ക്രിസ്ത്യൻ സഭയിലെ ചില പുരോഹിതന്മാർ സ്ഥാപിച്ചിരുന്ന ഈ കോളേജിന് ഒരു ബിൽഡിംഗ് നിർമ്മാണം ആവശ്യമായി വന്ന സമയത്ത് അതിലേക്ക് 500 പൗണ്ട് എൻഡോവ്മെൻ്റായി അദ്ദേഹം നൽകി. അതിനാലാണ് യൂണിവേഴ്സിറ്റിയുടെ, കോളേജിൻ്റെ പേര് യെയിൽ കോളേജ് എന്നും പിന്നീട് യെയിൽ യൂണിവേഴ്സിറ്റി എന്നും മാറ്റുന്നത്. ഇന്ന് ബില്യൺ കണക്കിൽ ഡോളർ എൻഡോമെൻ്റുള്ള യൂണിവേഴ്സിറ്റിയാണ് യെയിൽ എന്ന് നമുക്കറിയാം. അത് പറഞ്ഞ് ഷെയ്ഖ് യാസിർ ഖാളി പറയുന്നു, ലോകത്തിന് ഇസ്ലാം സംഭാവന ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യമാണ് എൻഡോവ്മെൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പൊതു ആവശ്യാർത്ഥം
അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യാർത്ഥം പോലും കാലങ്ങളിലൂടെ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ വഖഫ് എന്ന പേരിൽ ഉണ്ടായിത്തീരണം എന്ന ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച ആ പാഠത്തിൻ്റെ ഗുണഫലമാണ് ഇന്ന് ലോകത്ത് ജാതി മത വർഗ ഭേദമന്യേ മുഴുവൻ ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഖൈബറിലൊരു തോട്ടമുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒന്ന് പറഞ്ഞു, റസൂലെ, എനിക്കത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സംഭാവന ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തോട്ടം നിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നീ അതിൻ്റെ ലാഭം നീ മറ്റുള്ള ആളുകൾക്കായി നീ നൽകുക എന്നാണ് ഞാൻ നിന്നോട് പറയുക. ഈ സംഭവം വിശദീകരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമത്രയും അതിൽ നിന്നുള്ള ലാഭം ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക്, അഗതികളായ ആളുകൾക്ക് അദ്ദേഹം കൊടുത്തു. പിന്നീട് അദ്ദേഹം കുറച്ച് മരിക്കാനായ സമയത്ത്, പ്രായം കൂടി വന്ന സമയത്ത് അദ്ദേഹം അത് വിൽക്കുകയോ സമ്മാനമായി നൽകുകയോ അനന്തരമായി ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്ന കണ്ടീഷനിൽ തൻ്റെ കുടുംബത്തെ അതിൻ്റെ ലാഭം പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഏൽപ്പിച്ചു. ഹദീസിലും ഖുർആനിലും വഖഫിനെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം സംഭവങ്ങളിലൂടെയാണ്. വഖഫ് എന്ന പദം വിശുദ്ധ ഖുർആനിലോ ഹദീസ് ഗ്രന്ഥങ്ങളിലോ നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. ഹിജ്റ ആദ്യ 300 വർഷത്തിനുള്ളിലാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു പദം രൂപം കൊള്ളുന്നത്. പക്ഷേ ആ ഒരു സങ്കല്പം സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് സകാത്തും സദഖയുമല്ലാതെ പബ്ലിക് എൻഡോവ്മെൻറ്റുകളോ പ്രൈവറ്റ് എൻഡോവ്മെൻറ്റുകളോ ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനമായി മാറുന്നത് ഖുർആനിലും നബിചര്യയിലും വിവരിക്കപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ വഴിയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വഖഫ് വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അതിനാൽ വഖഫിനെക്കുറിച്ചും വഖഫിനോട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ കാലത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ ഇത്തരം വിഷയങ്ങളോട് എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള നമ്മുടെ അനുഭവം വെച്ചുകൊണ്ട് നയനിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വഖഫുകളുടെ മേൽ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രതികരിക്കാതിരിക്കാനും അതിൽ അഭിപ്രായമില്ലാതിരിക്കാനും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴികഴിവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിലെ വഖഫ് പാവപ്പെട്ടവരെ, ദരിദ്രരായ ആളുകളെ, സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ അബ്ബാസികളുടെ ഭരണത്തിൻ്റെ ആദ്യകാലം മുതൽ, ഇസ്ലാമിക ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ഖിലാഫത്തുർ റാഷിദയുടെ 40 വർഷത്തിന് ശേഷം, അമവി രാജാക്കന്മാരുടെ 90 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് അബ്ബാസികളായ ആളുകളുടെ ഭരണം ഉണ്ടാകുന്നത്. അബ്ബാസികളുടെ ഭരണത്തിൻ്റെ ആദ്യകാലം മുതൽ ഈജിപ്തിൽ മംലൂക്കുകൾ അധികാരത്തിലെത്തുന്ന ഹിജ്റ 650 വരെയുള്ള ഒരു സമയത്ത്, ആ സമയത്താണ് വഖഫ് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത്. ഇത് വ്യാപിച്ച് ഏറ്റവും അവസാനത്തിൽ ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ അവസാന കാലമാകുമ്പോഴേക്ക് ലോകത്തിലെ തന്നെ വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ ഭൂപ്രദേശങ്ങളിൽ നടന്നിരുന്ന മൊത്തം റിയൽ എസ്റ്റേറ്റിൻ്റെ 70% വഖഫ് പ്രോപ്പർട്ടികൾ ഉപയോഗിച്ച് നടത്തപ്പെടുമാറുള്ള വലിയൊരു സംവിധാനമായി വഖഫ് വികസിച്ചിരുന്നു. മുസ്ലിം സമൂഹം പലപ്പോഴും ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി, സർക്കാരുകൾക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതിന് പകരം തങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, തങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പലപ്പോഴും ഗ്ലോബൽ ലെവലിൽ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇസ്ലാമിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ കാണാൻ ശ്രമിച്ച പരിഹാരത്തിൻ്റെ ഭാഗമാണ് വഖഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിക്ക് വേണ്ടി, മദീനയിലെ പള്ളിയുടെ വികസനത്തിന് വേണ്ടി
ആരാണ് വഖഫ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംഭാവന ചെയ്തത് നമുക്കറിയുന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ മറ്റൊരു സംഭവം, മദീനയിൽ വെള്ളത്തിന് വലിയ രൂക്ഷമായ ക്ഷാമം നേരിട്ട ഘട്ടത്തിൽ വെള്ളത്തിൻ്റെ ആ കിണറിൻ്റെ ഉടമസ്ഥനായിരുന്ന ആൾ പണം വാങ്ങിയ ആളുകൾക്ക് വെള്ളം വലിയ വിലക്ക് വിൽക്കാൻ തുടങ്ങിയ സമയത്ത് ആരാണ് പൗരന്മാരെ രക്ഷിക്കുക എന്ന പ്രവാചകൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വിലക്ക് വാങ്ങി ഇസ്ലാമിക സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന കഥ നമുക്ക് അറിയുന്നതാണ്. അതായത് റസൂലിൻ്റെ കാലത്ത് നിന്ന് തന്നെ കേവലം പള്ളിയുമായോ മദ്രസയുമായോ ദീനി എന്ന് നമ്മൾ പൊതുവെ വ്യവഹരിക്കുന്ന വളരെ നേരിട്ട് തന്നെ ആരാധനാപരമായ കാര്യങ്ങളുമായി ബന്ധമുള്ളതോ ആയ കാര്യങ്ങളിലല്ല വഖഫുകൾ ഉണ്ടായിട്ടുള്ളത്, അല്ലാത്ത കാര്യങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഇസ്ലാമിക സമൂഹം വ്യാപിക്കുന്നതിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, പ്രത്യേകിച്ചും അബ്ബാസികളുടെ ഭരണകാലം, ബാഗ്ദാദ് കേന്ദ്രമായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശക്തിപ്പെടലിൻ്റെ, കൺസോളിഡേഷൻ്റെ കാലമാണ്. അമവികളുടെ കാലം ഇസ്ലാമിക സമൂഹത്തിൻ്റെ വ്യാപനത്തിൻ്റെ കാലമാണ്. ഇന്ന് നമ്മൾ മുസ്ലിം സമൂഹമായി കാണുന്ന നല്ലൊരു ശതമാനം സ്ഥലത്തും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുന്നത് യഥാർത്ഥത്തിൽ ഖിലാഫത്തുർ റാഷിദയുടെ കാലത്തും അമവികളുടെ കാലത്തുമാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇസ്ലാമിൻ്റെ വളരെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്ന അബ്ബാസികളുടെ കാലത്ത് ബാഗ്ദാദിൽ ബൈത്തുൽ ഹിക്മ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് വഖഫ് പ്രോപ്പർട്ടികൾ വെച്ചിട്ടാണ് എന്നുള്ളത് നമുക്കറിയണം. ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാഹിത്യം, ആർക്കിടെക്ചർ, കാലിഗ്രഫി, പെയിൻറ്റിങ്, പാത്രനിർമ്മാണം, അടിമകളെ മോചിപ്പിക്കൽ, ജയിലിലുള്ള ആളുകളെ മോചിപ്പിക്കൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഒരുപക്ഷെ പെട്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് വഖഫ് ചെയ്യുമോ എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോലും പിന്നീടുള്ള ഒരു 600 കൊല്ലക്കാലം വഖഫുകൾ നടന്നതായി നമുക്ക് അറിയാൻ പറ്റും. കൃഷിക്ക് വേണ്ട സംവിധാനങ്ങൾക്കായി ഗ്രാമപ്രദേശങ്ങളിൽ വഖഫുകൾ എന്ന് പറയുന്നത് മുഴുവൻ മുസ്ലിം ഭരണകൂടങ്ങളുടെയും ഒരു സംവിധാനമായിരുന്നു എന്ന് നമ്മളറിയണം. ഇസ്ലാമിക വിദ്യാഭ്യാസം ലോകത്ത് വ്യാപിച്ചതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വഖഫുകൾ കൊണ്ടാണ് അതുണ്ടാകുന്നത്. ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഫെസിൽ സ്ഥാപിക്കപ്പെടുന്നത്, മൊറോക്കോയിലെ ഫെസിൽ സ്ഥാപിക്കപ്പെടുന്നത് ഒരു പള്ളിയോടനുബന്ധിച്ച് ഫാത്തിമ ഫിഹിരി എന്ന് പറയുന്ന ഒരു വനിതയാണത് സ്ഥാപിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇസ്ലാമിക വിശ്വാസമനുസരിച്ചും സാമൂഹ്യ സാഹചര്യമനുസരിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടുന്ന അടിസ്ഥാന ബാധ്യത ഇല്ലാത്തതിനാൽ ഇസ്ലാമിക ചരിത്രത്തിലുടനീളം ധാരാളക്കണക്കിന് വഖഫുകൾ മുസ്ലിം സ്ത്രീകൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മക്കയിലുള്ള ഐൻ സുബൈദയെക്കുറിച്ച് നമ്മൾ നമ്മളിവിടെ ഒരു സന്ദർഭത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സുബൈദ എന്ന് പറയുന്ന ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ, അവർ ചെയ്തിട്ടുള്ള വഖഫുകളാണ് ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി, നിസാമിയ മദ്രസ, ഇതൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളായി ഡെവലപ്പ് ചെയ്യുന്നത് വഖഫുകൾ കാരണമാണ്. അല്ലെങ്കിലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പള്ളികളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ആരാധനയ്ക്ക് മാത്രമുള്ള കേന്ദ്രങ്ങളായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോളേജിന് കുല്ലിയ എന്നാണ് അറബിയിൽ പറയുക, യൂണിവേഴ്സിറ്റിക്ക് ജാമ്യ എന്നാണ് അറബി ഭാഷയിൽ പറയാറുള്ളത്. ഉസ്മാനികളുടെ കാലത്തുള്ള സങ്കല്പം എന്ന് പറയുന്നത്, പള്ളിയെ സംബന്ധിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് കുല്ലിയ എന്നുള്ള ഒരു വലിയ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് അവരത് പറയുന്നത്. അപ്പോൾ അവിടെ വലിയൊരു പള്ളി ഉണ്ടാവും, പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മദ്രസകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തിലുള്ള വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകും. ആളുകൾക്ക് അടിസ്ഥാന ചികിത്സകൾ നൽകുന്ന ക്ലിനിക്കുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. എത്തിപ്പെടുന്ന ആളുകൾക്ക് ഫ്രീ ആയി ഭക്ഷണം നൽകുന്ന സംവിധാനം അവിടെ ഉണ്ടാകും. ആളുകൾക്ക് ഒഴിവ് സമയങ്ങളിൽ വന്ന് ചെലവഴിക്കാൻ പറ്റുന്ന പാർക്ക് പോലുള്ള സംവിധാനങ്ങൾ കാണാൻ പറ്റും. ഇസ്തംബൂളിലും അനാത്തോലിയയുടെ മറ്റു ഭാഗങ്ങളിലും നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾക്ക് പള്ളികളെ ആ രൂപത്തിൽ കാണാൻ കഴിയുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ പള്ളികളെ സംബന്ധിച്ചും വഖഫുകളെ സംബന്ധിച്ചുമുള്ള ഈ സങ്കല്പം കാരണമായിരുന്നു എന്ന് നമ്മൾ അറിയണം. തുർക്കിയിൽ മസ്ജിദ് എന്ന് നമസ്കാരം മാത്രം നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് മസ്ജിദ് എന്നാണ് പറയുക. മറ്റുള്ള സ്ഥലങ്ങളെക്കുറിച്ച്, പള്ളികളെക്കുറിച്ച് ജാമി എന്നാണ് പറയുക. ജാമ്യ എന്ന് പറഞ്ഞാൽ ജുമാ നടക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമല്ല അതിനർത്ഥം. അത് മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളായാണ് അവ നിലകൊണ്ടത്. അവ മുഴുവൻ വഖഫുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് വളർന്നത് എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും. 1453 ഉസ്മാനിയ ഖിലാഫത്ത് ഇസ്തംബുൾ കേന്ദ്രമാക്കി തങ്ങളുടെ ഭരണം
കൂടുതൽ വിശാലമായ സ്ഥലത്തേക്ക് അവർ വ്യാപിപ്പിച്ചതിനെ തുടർന്നാണ് വഖഫുകൾ കുറേ കൂടി വലിയ വിപുലമായ തോതിൽ ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മളറിയണം. കാരവാൻസരായി യാത്രക്കാരായ ആളുകൾക്ക് സൗജന്യമായി താമസിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, അതിനുവേണ്ടി വഖഫുകൾ, യാത്രക്കാരായ ആളുകളുടെ മൃഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ട മൃഗാശുപത്രികൾക്ക് വേണ്ട വഖഫുകൾ, ജലധാരകൾക്ക് വേണ്ടിയുള്ള വഖഫുകൾ, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വഖഫുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ദീനീ പർപ്പസ് ആണോ എന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിച്ചു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് പോലും വഖഫുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനർത്ഥം വഖഫുകളെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക നാഗരികതയുടെ ഒരു അടിസ്ഥാനമായി അവർ തീരുമാനിച്ചു എന്നാണ്. ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണങ്ങളിൽ ഡമാസ്കസിൽ അദ്ദേഹം കണ്ട രസകരമായ ഒരു അനുഭവത്തെക്കുറിച്ച്, വഖഫുകളുടെ സ്വാധീനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഡമാസ്കസിലെ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു അടിമ ബാലൻ്റെ കയ്യിൽ നിന്ന് ഒരു ചൈനീസ് പോസലിൻ പാത്രം വീണ് ഉടഞ്ഞു. കുട്ടി കരയാൻ തുടങ്ങി പെട്ടെന്ന്. കാരണം ഉടമയുടെ അടുത്ത് നിന്ന് തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ വന്ന ഒരാൾ പറഞ്ഞു, നീ പാത്രങ്ങളുടെ വഖഫുള്ള ഇന്ന സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നീ ഇത് പൊട്ടിച്ചത് കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് പകരം ഒരു പാത്രം നിനക്ക് കിട്ടും. ഇബ്നു ബത്തൂത്ത കുട്ടിയുടെ കൂടെ പോയി അവിടെ ചെന്ന് ഈ പൊട്ടിയ പാത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ സൗജന്യമായി അവിടെ നിന്ന് നല്ലൊരു പാത്രം കൊടുത്ത് ഈ കുട്ടിയെ സന്തോഷമാക്കി വിട്ടു എന്ന് പറയുന്ന ഒരു കഥ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന തലങ്ങളിൽ പോലും ഇസ്ലാമികമായ വിശ്വാസധാരയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ടാകണം എന്ന് വഖഫ് വഴി ഉദ്ദേശിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് 1700-കൾക്ക് ശേഷം കൊളോണിയൽ ശക്തികൾ ആധിപത്യം ഉറപ്പിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ്. കാരണം ലോകത്തെ മുഴുവൻ മനുഷ്യരെ, ഈ നാഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ തിരിക്കുന്ന അതിരുകൾ മനുഷ്യരുടെ മനസ്സുകളെയും തിരിക്കുന്ന കാലത്തിന് മുമ്പ് ആളുകൾക്ക് എവിടെയും സ്വതന്ത്രരായി സഞ്ചരിക്കാവുന്ന ഒരു ലോകവീക്ഷണം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക വ്യവസ്ഥ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ മേധാശക്തിയായി നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് ഭിന്നമായി തങ്ങളുടെ വർഗീയമായ വംശീയമായ കണ്ണിലൂടെ മാത്രം ലോകത്തെ കണ്ട പാശ്ചാത്യൻ കൊളോണിയൽ ശക്തികൾ വന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ ആദ്യമായി കൈവച്ചത് വഖഫുകളുടെ മുകളിലാണ് എന്നുള്ളത് നമ്മളറിയണം. ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിത് പിന്നാക്ക സമുദായം എന്നാണ് പറയാറ്, വിദ്യാഭ്യാസപരമായി പിന്നാക്കം എന്നാണ് പറയാറ്. വിദ്യാഭ്യാസപരമായി പിന്നാക്കമാകണം എന്ന് മുസ്ലിം സമുദായം തീരുമാനിച്ചതല്ല, മറിച്ച് ഇവിടെ കൊളോണിയൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ, അതിനു മുമ്പ് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ തന്നെ ഈ വഖഫുകളുടെ മേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് യഥാർത്ഥത്തിൽ മുസ്ലിം വിദ്യാഭ്യാസ സംവിധാനവും മുസ്ലിം ജീവിതവും താറുമാറാകുന്നത് എന്ന് നമ്മളറിയണം. 1757 മുമ്പ് ലോകത്തിലെ തന്നെ മികച്ച സമ്പന്ന നഗരങ്ങളിലൊന്നായിരുന്ന മുർഷിദാബാദ്, ബംഗാളിലെ മുർഷിദാബാദ്, ഇന്ന് ബംഗാൾ പ്രദേശം മുഴുവൻ ദാരിദ്ര്യത്തിൻ്റെ പര്യായമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വഖഫുകൾക്ക് നേരെ നടന്ന കയ്യേറ്റങ്ങളുടെ ഫലമാണ് എന്ന് നമ്മളറിയണം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വഖഫുകളെക്കുറിച്ച് ധാരാളമായി പറയുന്നിടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. കെമാൻ-എച്ച് കർപാറ്റിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് സച്ചാർ പറയുന്നു, ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ ലാൻഡ് റിസംഷൻ ആക്ട്, ഹിസ്റ്ററി ബുക്കിൽ നമ്മൾ സാധാരണ ഒറ്റവാചകത്തിൽ പഠിച്ചു പോകുന്നതാണ്, പക്ഷേ ആ ആക്ടിൻ്റെ ഏറ്റവും വലിയ ദോഷഫലം അനുഭവിക്കേണ്ടി വന്നത് മുസ്ലിങ്ങളാണ്. കാരണം അന്ന് വരെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ, മുസ്ലിങ്ങളുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ മൊത്തം വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമായിരുന്ന, പല കുടുംബങ്ങളുടെയും ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനമായിരുന്ന, അന്ന് വരെ നികുതികളില്ലാതിരുന്ന വഖഫ് ഭൂമികൾക്ക് മുഴുവൻ, വഖഫ് പ്രോപ്പർട്ടികൾക്ക് മുഴുവൻ നികുതി ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ചെയ്തത്. അതിൻ്റെ ഫലമായി നേരത്തെ നികുതിയില്ലാത്ത ഭൂമിയിൽ നിന്ന് അന്ന് 1857-നും 60-നും ഇടയിൽ 1.1 മില്യൺ പൗണ്ട് നികുതിയായി ശേഖരിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അതേ തുടർന്ന് നിരവധി കുടുംബങ്ങൾ പട്ടിണി കിടന്ന് ദാരിദ്ര്യം കാരണം മരിക്കുന്ന അവസ്ഥയുണ്ടായി. മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മുസ്ലിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ സെക്കുലർ വിദ്യാഭ്യാസം, ദീനീ വിദ്യാഭ്യാസം എന്ന വ്യത്യാസങ്ങളോടുകൂടിയല്ല അവിടെ വിദ്യാഭ്യാസം നൽകുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ജിയോളജിയും ഫിഖ്ഹും അഖീദയും താരീഖും ഒക്കെ ഒരേ കുടക്കീഴിൽ നൽകപ്പെടുന്ന വിദ്യാഭ്യാസമാണ് മുസ്ലിം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച സങ്കല്പം എന്ന് നമുക്കറിയാം. അത്തരം സ്ഥാപനങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട്
വഖഫുകൾ ധാരാളമായി അന്യാധീനപ്പെടുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ളത്. സച്ചാർ കമ്മിറ്റി തന്നെ നൽകുന്ന വിവരമനുസരിച്ച് സച്ചാർ കമ്മിറ്റി പറയുന്നു 2005-6 ആ കമ്മീഷൻ വരുന്ന സമയത്ത് അവർക്ക് കിട്ടിയ വിവരമനുസരിച്ച് മാത്രം 4.9 ലക്ഷം രജിസ്റ്റേർഡ് വഖഫുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുക്ക് വാല്യൂ തന്നെ 6000 കോടി രൂപ വരും എന്ന് സച്ചാർ കമ്മിറ്റി പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദരിദ്രരായി അറിയപ്പെടുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ വഖഫ് പ്രോപ്പർട്ടിയുടെ ബുക്ക് വാല്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് കമ്മീഷൻ പറയുന്നു ഇത് ബുക്ക് വാല്യൂ ആണ്. ഡൽഹിയിൽ മാത്രം 6000 കോടിയാണ് മാർക്കറ്റ് വാല്യൂ, അന്യാധീനപ്പെട്ട് കിടക്കുന്ന വഖഫ് പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. കമ്മീഷൻ പറയുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കണക്കുകൾ കിട്ടിയില്ല, പക്ഷേ കിട്ടിയ കണക്ക് വെച്ച് 5,72,052 ഏക്കർ സ്ഥലം ഇന്ത്യയിൽ വഖഫ് പ്രോപ്പർട്ടിയായിട്ട് ഉണ്ട് എന്നാണ്. ലഭ്യമാവാതെ പോയ കണക്കുകൾ കൂടി കൂട്ടിക്കൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിരോധ വകുപ്പും റെയിൽവേ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലാൻഡ് പ്രോപ്പർട്ടി അസറ്റായുള്ള സംവിധാനം എന്ന് പറയുന്നത് വഖഫുകളാണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ വഖഫുകൾ അന്യാധീനപ്പെട്ടു. ഇത് അന്യാധീനപ്പെടുന്നത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. 1911 മുതൽ 15 വരെയുള്ള സമയത്ത് കൽക്കത്തയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറുന്ന സമയത്ത് ധാരാളക്കണക്കിന് വഖഫ് പ്രോപ്പർട്ടികൾ അന്ന് ഗവൺമെൻറ് തന്നെ പിടിച്ചെടുത്തു. പിന്നീട് 1940-45 വരെയുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള സമയത്ത് നിരന്തരം ബ്രിട്ടീഷുകാരുമായി അതുമായി ബന്ധപ്പെട്ട സമരത്തിലും കേസിലുമൊക്കെ മുസ്ലിം സമൂഹം നടന്നതിന് ശേഷം അന്ന് ബ്രിട്ടീഷുകാർ ഒരു ധാരണയുണ്ടാക്കി, ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെങ്കിലും വഖഫായിരുന്ന സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ആരാധനകളും മതപരമായ പർപ്പസുകളും നടത്താൻ പറ്റും എന്ന്. പക്ഷെ 47-ന് ശേഷം, വിഭജനത്തിന് ശേഷം ഈ അവസ്ഥ വീണ്ടും മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ സാധാരണ എൻക്രോച്ച് ചെയ്യുക, ഇപ്പോൾ ഗവൺമെൻറ് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, വഖഫിൻ്റെ എൻക്രോച്ച് ഒഴിവാക്കിക്കൊണ്ട് വഖഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ അത് ഞങ്ങൾ നേടിത്തരുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് പറയുമ്പോൾ കഴിഞ്ഞ 75 കൊല്ലം മുസ്ലിം സമൂഹം എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ വഖഫുകൾ അന്യാധീനപ്പെട്ടത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രൈവറ്റ് എൻക്രോച്ച്മെൻറ്റ് ധാരാളമായി നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സച്ചാർ കമ്മിറ്റി തന്നെ പറയുന്നത്, സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അപ്പൻഡിക്സ് ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം 10-15 പേജുകൾ തന്നെ മാറ്റിവെച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഏജൻസികളാൽ അന്യാധീനപ്പെട്ടു പോയ വഖഫുകളെ കുറിച്ചുള്ള വഖഫുകളുടെ ഡീറ്റെയിൽസാണ്. ഡൽഹിയിൽ മാത്രം 316 വഖഫുകൾ ഗവൺമെൻറ് ഏജൻസികളുടെ കയ്യിലുണ്ട്. ആരൊക്കെയാണ് ഗവൺമെൻറ് ഏജൻസികൾ? ASI, ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, റെയിൽവേസ്, കണ്ടോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ പക്കലുള്ളത്, ഡൽഹി പോലീസ്, CPWD, NDMC, ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ഡൽഹി ജൽ ബോർഡ് തുടങ്ങി ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങൾ ഇത്രയും വഖഫ് പ്രോപ്പർട്ടികളിലാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ നിരവധി വഖഫുകൾ വേറെയും ഉണ്ടാകും. അങ്ങനെ നിരന്തരമായി മുസ്ലിങ്ങൾ പലപ്പോഴും ഇത് പ്രശ്നമായി ഉന്നയിച്ചു. ASIയുടെ കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മോണ്യുമെൻറ്റ്സുകൾ സന്ദർശിച്ച ആളുകൾക്ക്, പുരാനാഖില പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് പള്ളികളുടെ ഇടയിൽ കൂടി ആളുകൾ നടക്കുന്നത്, ആളുകൾ മാത്രമല്ല മൃഗങ്ങൾ നടക്കുന്നത്, പട്ടികൾ നടക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ താജ്മഹലിൻ്റെ അടുത്തുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട് പോലും നമസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇടക്കാലത്ത് അവിടെ ജുമാ നടക്കുമായിരുന്നില്ല. പിന്നീട് വെള്ളിയാഴ്ചകളിൽ മാത്രം പള്ളി തുറന്നു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് നിവേദനങ്ങൾക്ക് ശേഷം 1976, ഏകദേശം 50 വർഷമാകുന്നു. ആ കൊല്ലം മാർച്ച് 26-ാം തീയതി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തുകൾ എഴുതി. വഖഫുകൾ നിരന്തരമായി ഗവൺമെൻറ്റിൻ്റെ പിടുത്തത്തിൽ തന്നെ ഉണ്ടായിപ്പോകുന്നുണ്ട്. എൻക്രോച്ച്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് പക്ഷേ കാലങ്ങൾ കൊണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു പോയിട്ടുള്ളതിനാൽ ഇനി അവയെല്ലാം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായൊരു പരിഹാരമായി നമ്മൾ കാണുന്നില്ല. പകരം അത് വാടക നിശ്ചയിച്ചോ അതിന് ലീസ് നിശ്ചയിച്ചോ അവർക്ക് പകരമായി വാടക കൊടുക്കാൻ അല്ലെങ്കിൽ ലീസ് കൊടുക്കാൻ സംസ്ഥാനങ്ങൾ ഗവൺമെൻറ് തയ്യാറാകണം. ഒന്നാമത്തെ കണ്ടീഷൻ, ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുന്നിടത്തോളം സ്ഥലങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം എന്നായിരുന്നു പറയുന്നത് 1976. 1984 അതേ തുടർന്നുണ്ടായ കോടതി വിധി തിരിച്ചു മറിച്ചുമുണ്ടായി. അവസാനം 1984 ഏകദേശം ഒരു സെറ്റിൽമെൻറ്റിലെത്തി.
ആ സെറ്റിൽമെൻറ്റിൽ എത്തിയതിന് ശേഷവും 112 പ്രാവശ്യമാണ് കോടതിയിൽ അതുമായി കേസുമായി ബന്ധപ്പെട്ട ലിസ്റ്റിംഗ് നടക്കുന്നത്. 2024 വരെ ആ കോടതി വിധി ഇന്ന് വരെ നടപ്പായില്ല എന്നുള്ളത് നമ്മളറിയണം. അവിടെ നിന്നുകൊണ്ടാണ് അതിനിടയ്ക്ക് ഒരുപാട് വഖഫിൻ്റെ നിയമങ്ങൾ വരുന്നുണ്ട്. 1995 പുതിയ നിയമം വരുന്നുണ്ട്, 2005 കമ്മിറ്റി വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ഇവ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 2024 പുതിയ പരിഷ്കരണങ്ങളുമായി വരുന്നത് എന്നുള്ളത് നമ്മളറിയണം. സച്ചാർ കമ്മിറ്റി പറയുന്നുണ്ട് എന്തൊക്കെയാണ് വഖഫിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ. രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് രേഖകൾ ഹാജരാക്കുക? കാരണം കഴിഞ്ഞ 1000 കൊല്ലമായി നിലനിൽക്കുന്നതാണ് പല വഖഫുകളും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 3 മാസം മുമ്പ് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 900 വർഷം പഴക്കമുള്ള ഒരു പള്ളി JCB വന്ന് തകർത്ത് കളഞ്ഞു. ഡൽഹി ഗവൺമെൻറ് അല്ലെങ്കിൽ ഡൽഹി ഗവൺമെൻറ് എന്ന് പറഞ്ഞ സംവിധാനത്തിന് നിലവിൽ വരുന്നത് കഴിഞ്ഞ 80 വർഷത്തിനുള്ളിലാണ്. 900 കൊല്ലം മുമ്പത്തെ വഖഫ് എങ്ങനെയാണ് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ നിർമ്മിച്ചു എന്ന് പറയാൻ കഴിയുക എന്നുള്ള പ്രശ്നം അന്നേ ആളുകൾ ഉന്നയിച്ചതാണ്. അതിനുശേഷം എത്രയോ ഭൂമികുലുക്കങ്ങൾ കഴിഞ്ഞു, എത്രയോ പ്രളയങ്ങൾ കഴിഞ്ഞു, തലമുറകൾ എത്രയോ മാറി. അതിനാൽ ഇവയുടെയൊക്കെ ലാൻഡ് പ്രോപ്പർട്ടിയുടെ പേപ്പർ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാജരാക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു പ്രശ്നം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത് കേവലം വഖഫുമായി മാത്രം ബന്ധപ്പെട്ട പ്രശ്നമല്ല. രാജ്യത്തെ മൊത്തം ഭൂമിയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാന പേപ്പർ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഇന്ത്യ പോലൊരു രാജ്യത്ത് ഹാജരാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമവുമായി സർക്കാർ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. തുല്യ പൗരാവകാശങ്ങളാണ് മുഴുവൻ മനുഷ്യന്മാർക്കും ഉള്ളത്. ഗവൺമെൻറ് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ഒരു 2ാം തരം പൗരന്മാരാണ് എന്ന ഒരു ബോധവും തോന്നലും അവർ തന്നെ അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മളൊരു കാരണവശാലും ചിന്തിച്ചു പോകരുത്, ഭരണം ഇന്ന ആളുകളുടേതാണല്ലോ, അവർക്കാണല്ലോ സ്വാധീനം, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു നിരാശയുടേതായിട്ടുള്ള അപകർഷതാബോധത്തിൻ്റെതായിട്ടുള്ള ഒരു ബോധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. കാരണം 600-700 വർഷങ്ങൾക്ക് മുമ്പ് നിലവിലില്ലാതിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ രൂപത്തെ നിർമ്മിച്ച ആളുകളാണ് മുസ്ലിം സമൂഹം. അവരാണ് ഇവിടെ ഐക്യവും ഏകതയും എന്ന് പറയുന്ന മനുഷ്യർ മുഴുവൻ സഹോദരന്മാരാണ് എന്ന് പറയുന്ന ബോധം ഈ നാട്ടിലുണ്ടാക്കിയത്. അവ വെറുതെ ഒരാശയമായി മാത്രം ജീവിച്ചതല്ല. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രമാത്രം നിർമ്മിതികളും വഖഫുകളുമൊക്കെ ആളുകൾ അള്ളാഹുവിൻ്റെ പ്രീതി മുൻനിർത്തി നൽകിയതിനെയും നടത്തിയതിനെയും ആശ്രയിച്ചാണ് ഇന്ന് നാം ഈ കാണുന്ന ഈ രാജ്യം തന്നെ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനമുണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയണം. അത്തരമൊരു പ്രദേശത്ത് ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, തുല്യാവകാശങ്ങളുള്ള ഒരു രാജ്യത്ത് മുസ്ലിം സമൂഹത്തെ സവിശേഷമായി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചർച്ചിൻ്റെ കമ്മിറ്റിയിൽ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ വേണം എന്ന് തീരുമാനിക്കുന്നില്ല. ഹിന്ദുക്കൾ അല്ലാത്ത ആളുകൾ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹിന്ദുക്കളല്ലാത്ത ഒരാളും ഉണ്ടാകരുത് എന്നുള്ള നിയമങ്ങൾ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ഒറീസയിൽ, മധ്യപ്രദേശിൽ ഒക്കെ നിയമമായി നിൽക്കുന്ന നാട്ടിലാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വഖഫ് ബോർഡിന് കേന്ദ്ര കമ്മിറ്റി ഉണ്ടാക്കുമ്പോഴും സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കുമ്പോഴും അതിൽ 2 പേര് അമുസ്ലിങ്ങളായി വേണം, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വേണം എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിക്ക് നേരെയുള്ളൊരു ചോദ്യമായി തന്നെ വേണം നമ്മളിത് മനസ്സിലാക്കാൻ. എന്താ, മുസ്ലിങ്ങളായ ആളുകൾക്ക് അവരുടെ സംവിധാനങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കുള്ളിലും സംവിധാനത്തിലും ഉള്ളിലും നിന്നുകൊണ്ട് നടത്താൻ കഴിയാത്ത ആളുകളാണ് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരാൾ വഖഫ് ചെയ്തു, അത് അവസാന ദിവസം വരെ, യൗമുൽ ഖിയാമത്ത് വരെ വഖഫായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ, ആളുകളാണ്, അവരുടെ സമൂഹമാണ്. ഒരുപക്ഷെ അവരുടെ കർമ്മങ്ങളിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും, പക്ഷെ അടിസ്ഥാനപരമായി വഖഫ് പ്രോപ്പർട്ടി അള്ളാഹുവിൻ്റെതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അതിൻ്റെ കൈകാര്യകർത്താക്കളാവേണ്ടത്. പള്ളിയുടെ കൈകാര്യകർത്താക്കളാവേണ്ടത് ആരാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ മുസ്ലിം സമൂഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് മുസ്ലിം സമൂഹത്തെ അല്ല അപകടപ്പെടുത്തുന്നത്, മറിച്ച് ഈ രാജ്യത്തെയാണ് അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സമൂഹത്തോടുള്ള വിരോധം നിരന്തരമായി ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി നമ്മുടെ തലമുറകളിൽ ഇങ്ങനെ പടർത്തി വിടാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ മാത്രമാവും എന്നാണോ നമ്മൾ കരുതേണ്ടത്? നമ്മുടെ മുൻകാല കഴിഞ്ഞ തലമുറ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത്
ഇത്രമാത്രം വൈജാത്യങ്ങളോടുകൂടിയ ഈ നാടിനെ ഒരൊറ്റ ഏകകമായി നിലനിർത്തിയത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ്. ആ ത്യാഗങ്ങൾ മുഴുവൻ അൺഡു ചെയ്തുകൊണ്ട്, ആ ത്യാഗങ്ങൾ മുഴുവൻ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു ജനതയോടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കപ്പെടുന്നത് വഴി ജനങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസമില്ലാതാവുകയും അതുവഴി രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ തകരുകയാകും ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ, വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ദീനീ സംരംഭങ്ങളുടെ നിലനിൽപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രശ്നമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ഉത്തരവാദിത്ത ബോധമുള്ള പൗരൻ എന്നുള്ള രീതിയിൽ എല്ലാ പൗരന്മാർക്കും തുല്യാവകാശങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ, അതായിരുന്നു 30, 40, 60 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ജനിച്ചപ്പോൾ നമ്മൾക്ക് നമ്മളുടെ മുൻഗാമികളിൽ നിന്ന് അനന്തരമായി കിട്ടിയത്. ആ രാജ്യം തന്നെ വേണം നമുക്ക് നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും അനന്തരമായി വിട്ടേച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ. അത് ആ ബോധമില്ലാതെ ഏതെങ്കിലും അക്രമികളായ ഒരു സംഘം ചെയ്യുന്ന, നിരന്തര വിദ്വേഷം ജനിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ ബാധ്യതയാണ് എന്നതോടൊപ്പം തന്നെ നമ്മുടെ പൗരബോധം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നിന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതാണ് എന്നതുകൂടി അറിയണം. കാരണം ഇസ്ലാം ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത സ്നേഹം, ഐക്യം, സമത്വം, ബഹുസ്വരത എന്നീ ആശയങ്ങളില്ലാതെ, സഹിഷ്ണുതയുടെ ആശയങ്ങളില്ലാതെ 140 കോടി ജനങ്ങളുള്ള ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ള ബോധം ഇസ്ലാമിക വിശ്വാസം ആർജിച്ച നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളിൽ സക്രിയമായി, പ്രോആക്റ്റീവായി ഇടപെടാനും ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ പിന്തുണകൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ആർജിക്കാനും ശ്രമിച്ചുകൊണ്ടുള്ള ഒരു നിലയിലായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഒരു പൗരനും നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രമികളുടെ കുതന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ.